പലരും മനസ്സിലാക്കി പോയിട്ടുണ്ട്, ഇതൊക്കെ നിൽക്കാൻ പോവുകയാണ്, ഇതൊക്കെ നിന്നിട്ടുണ്ട്, ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട് എന്നൊക്കെ തോന്നിപ്പോയി. ഇത് ആരങ്ങനെ ചവിട്ടിയാലും നിൽക്കുന്ന വണ്ടിയല്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു കുടുങ്ങിയെന്നല്ലാതെ വേറൊരു കേടുകൾ വരാൻ പോകുന്നില്ല. ഈ വണ്ടി ഇതങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇതിന്റെ കപ്പിത്താൻ പണ്ടാരോ പറഞ്ഞു ഡ്രൈവർ ശരിയല്ല, ഇതിന്റെ ഡ്രൈവർ 100% എല്ലാ ലൈസൻസുള്ള ഡ്രൈവറാണെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് അൽഹംദുലില്ലാഹ് സമസ്ത മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു തെളിവാണ് തഹിയ. അൽഹംദുലില്ലാഹ് വളരെ ആവേശത്തോടുകൂടെയാണ് ഇപ്പൊ മക്ക SIC പ്രവർത്തകന്മാർ അവിടെ നിന്ന് എനിക്ക് ലൈവ് വിട്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ ഇവിടെ കാത്തിരിക്കണം എല്ലായിടത്തും. ഇപ്പോ ക്യാമ്പ് കോർഡിനേറ്റർമാരെ സംഗമനം നടക്കായിരുന്നു. അപ്പൊ എല്ലാവരും ഉറങ്ങാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു 12 മണിവരെ ഉറങ്ങാൻ പറയരുതായിരുന്നു. അപ്പൊ എന്ത് വെച്ച് വേറൊന്നുമല്ല, ഞങ്ങൾക്ക് ഇത് ലൈവ് കാണണം, തഹിയ കാണണം. ചിലർക്ക് സംശയം എന്താ അതിത്ര സന്തോഷിക്കാൻ കാരണം, ഇതിനെന്തിനാ സന്തോഷിക്കുന്നു എന്നാണ് ചില ആളുകളൊക്കെ വീഡിയോ ചെയ്ത് ചോദിക്കുന്നത്. അവർ ചോദിക്കുന്നത് വല്ല നന്മയൊക്കെ ചെയ്യുമ്പോൾ സന്തോഷിക്കണം എന്നല്ലാതെ ഇതിലെന്തിനാണ് സന്തോഷിക്കുന്നത് എന്നാണ് ചില ആളുകളൊക്കെ വീഡിയോയിലൂടെയൊക്കെ ചോദിക്കുന്നത്. അവരോട് പറയാനുള്ളത്, ഇതിലും വലിയ നന്മ ലോകത്തെന്താ? ഏറ്റവും വലിയ നന്മയാണ് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമാവാത്ത ഏറ്റവും വലിയ സംഖ്യയായി 45,77,00,000 അപ്പുറം പറയാൻ കഴിയില്ല. പെട്രോൾ പമ്പിലും വീങ്ങുന്നത് പോലെ മറിഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു സംവിധാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേറെ ഒരാളും ഇല്ലാതെ പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രഖ്യാപിച്ചപ്പോഴേക്ക് സമൂഹം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാവരും സാധാരണക്കാർ നമ്മൾ കാണുന്നുണ്ട്, 500 രൂപ, 100 രൂപ, 200 രൂപ എന്താണോ സാധിക്കുന്നത് ആ സാധിക്കുന്ന ചെയ്തുകൊണ്ടാണ് ഈ 45,78,00,000 ഇപ്പോഴായിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. കേരളത്തിൽ ഒരു ശക്തിക്കും ഈ രീതിയിൽ ഒരു പ്രൗഢ കൊണ്ട് നടത്താൻ സാധ്യമല്ലെന്ന് തെളിയിച്ചുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും മെസ്സേജ് അയക്കുന്നു, നിർത്തരുത്, തങ്ങൾ ദുആ ചെയ്യാൻ ദുആ കുറച്ച് നീട്ടിപ്പോയിക്കോട്ടെ എന്നാ. എത്ര നീട്ടാൻ പറ്റുമോ അത്രയും നീട്ടിക്കോട്ടെ. ഗൾഫിലെ 12 മണിയെങ്കിലും ആവണമെന്നാണ് ഗൾഫിലെ ആളുകൾ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് തഹിയ. ഇന്ന് ചില ആളുകൾക്ക് ഇത് കേൾക്കാൻ മടിയാ, പക്ഷേ അത്തഹിയാത്ത് തോന്നുമ്പോൾ എന്തായാലും തഹിയ ഓതാരിക്കാൻ പറ്റൂലല്ലോ. എന്തെന്നായാലും അത്തഹിയാത്ത് ചൊല്ലുമ്പോഴെങ്കിലും തഹിയ പറയേണ്ടി വരും, അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. അത്തഹിയാത്ത് വിട്ടാൽ നിസ്കാരം ബാത്തിലാവും. എന്തായാലും എല്ലാവരുടെ മനസ്സിലും മായാതെ മറയാതെ നിൽക്കുന്ന ഒരു വാക്കായി തഹിയ മാറിയിരിക്കുകയാണെന്ന് ഈ പാതിരാ സമയത്ത് ഇന്നും ആവേശത്തോടെ ഇത്രയും ആളുകളോട് തടിച്ചുകൂടി തഹിയയ്ക്ക് വേണ്ടി ഉറക്കമൊഴിച്ചിരിക്കുന്നു.